കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSF പ്രവർത്തക കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന SFI ആരോപണം പൊളിഞ്ഞു. MSF പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നത് ഒറിജിനൽ ഐഡന്റിറ്റി കാർഡ്. MSF പ്രവർത്തകയെ കൊണ്ട് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യിപ്പിച്ച റിട്ടേണിംഗ് ഓഫീസർ, കോളേജ് പ്രിൻസിപ്പൽ, അധ്യാപിക എന്നിവർക്കും വീഡിയോ കോൾ ചെയ്യിപ്പിച്ചു. പ്രതികരണം ആദ്യം കേൾക്കാം. വോട്ട് ചെയ്യാതെ തന്നെ തടഞ്ഞു വെച്ചു. എന്താ പ്രശ്നം? ഞാൻ യഥാർത്ഥ വോട്ടർ തന്നെയാണ്, എന്നെ കുറ്റപ്പെടുത്തി. മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലും ഇത്ര പരസ്യമായിട്ട് ID കാർഡ് ഉൾപ്പെടെ കാണിക്കാൻ ഈ വോട്ടർ യഥാർത്ഥ വോട്ടറാണ് എന്ന് മാധ്യമപ്രവർത്തകർ മുഴുവൻ ആളുകൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു വോട്ടറെയാണ്, ഒരു പെൺകുട്ടിയായ ഒരു വോട്ടറെയാണ് മണിക്കൂറുകളോളം ഇതിനകത്ത് SFIയുടെ വെറും ഒരു ആക്ഷേപം, ഒരു കള്ള വോട്ട് ആണ് എന്നുള്ള ഒരു കേവലമായ ആക്ഷേപം അടിസ്ഥാനപരമായി ഈ കുട്ടി ആരാണെന്നോ ഇവരുടെ ചലഞ്ച് പോലില്ല, വെറുതെ പറയാണ് എന്നാണ്. ഇത് യഥാർത്ഥ വോട്ടറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിസ്ഥാനമില്ലാതെ ഇത് ഉന്നയിച്ചുകൊണ്ട് MSFന്റെ UDSFന്റെ ജയിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അവസാനം കുട്ടിയുടെ വീട്ടിൽ നിന്ന് ID പ്രൂഫ് ഉൾപ്പെടെ കോളേജിൽ ഉൾപ്പെടെ കോൺടാക്ട് ചെയ്തതിനു ശേഷം ടീച്ചേഴ്സ് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ കുട്ടിയെ വോട്ട് ചെയ്ത സംവിധാനം. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ കോളേജിലെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട UUCക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നേരിടേണ്ടി വന്നത്. വിവരങ്ങളുമായി ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, MSF എന്താണ് പറയുന്നത്? SFIയുടെ ആക്ഷേപം അത് പൊളിയുകയാണോ? പ്രതീക്ഷ, കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSF പ്രവർത്തക കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു, ആൾമാറാട്ടം നടത്തി എന്നതായിരുന്നു SFIയുടെ ആരോപണം. അതിന് പിന്നാലെ യൂണിവേഴ്സിറ്റിയിൽ SFIയും ഒപ്പം തന്നെ UDSF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ഈ MSF പ്രവർത്തകയുടെ കയ്യിലുള്ളത് സ്വന്തം ഐഡന്റിറ്റി കാർഡാണ് എന്ന് തെളിഞ്ഞത്. അത് തെളിയിക്കാൻ റിട്ടേണിംഗ് ഓഫീസ് അടക്കമുള്ളവർ ഈ MSF പ്രവർത്തകയെ കൊണ്ട് വീട്ടിലേക്കടക്കം ഫോൺ ചെയ്യിപ്പിച്ചു, ഒപ്പം വീഡിയോ കോൾ ചെയ്യിപ്പിച്ചു. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളാണ് ഇതെന്ന് ഉറപ്പുവരുത്തി. ഒപ്പം തന്നെ ഈ പെൺകുട്ടി പഠിച്ച കോളേജിലെ പ്രിൻസിപ്പാളിനെയും അധ്യാപകരെയും വീഡിയോ കോൾ ചെയ്യിപ്പിച്ച് ഇത് ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി കാർഡ് ഈ പെൺകുട്ടിയുടെ തന്നെയാണെന്ന് ഈ റിട്ടേണിംഗ് ഓഫീസർ ഉറപ്പുവരുത്തിയും അവർക്ക് പിന്നീട് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുകയും ചെയ്തത്. ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് വലിയ രീതിയിൽ സംഘർഷം ഉടലെടുക്കുകയും UDSF പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്ന ഒരു ലാത്തി വീഴ്ചയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം പോലീസും കണ്ടത്. ഏതായാലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. ശരി, ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.